പാർവതി അനുഷ്ഠിച്ച വ്രതത്തിന്റെ ഓർമ്മയിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. ഈ നാളിൽ ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപികുമാർ വ്രതമനുഷ്ഠിച്ചിരുന്നെന്നും ഐതിഹ്യം. ഈ ദിവസം വ്രതമെടുത്താൽ കന്യകമാർക്ക് നല്ല ഭർത്താവിനെ ലഭിക്കുമെന്നും സുമംഗലികൾക്ക് ദീർഘമാംഗല്യവും സന്താനാഭിവൃദ്ധി ഉണ്ടാകുമെന്നും പഴമക്കാർ പറയുന്നു. ഒരു ദേശത്തെ സ്ത്രീകൾക്ക് ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്നതിനുള്ള ഉത്സവം കൂടിയാണ് തിരുവാതിര. കൈകൊട്ടിക്കളിയും ഊഞ്ഞാലാട്ടവുമായി ഈ ദിവസം രാത്രി മുഴുവൻ ഉറക്കമൊഴിയും. ചെറിയ കുട്ടികൾ മുതൽ പ്രായമേറിയവർ വരെ തിരുവാതിര ആഘോഷത്തിൽ പങ്കെടുക്കും. രേവതി നാൾ മുതൽ തിരുവാതിര വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനമാണ് തിരുവാതിരയ്ക്ക്. പുലർച്ചെ കുളത്തിൽ പോയുള്ള തുടിച്ചുകുളിയോടെയാണ് തിരുവാതിര വ്രതം ആരംഭിക്കുക. തിരുവാതിരയുടെ പഴയ പൊലിമ ഇന്നില്ലെങ്കിലും പല സ്ഥലങ്ങളിലും തിരുവാതിര ദിവസം ഇപ്പോഴും വലിയ ആഘോഷമാണ്. 7:30 വെളുപ്പിന് എഴുന്നേറ്റ് ചൂട്ടും കത്തിച്ച് കുളത്തിൽ പോയി തൊടിച്ച് തൈര് കലക്കി അതൊക്കെ കഴിഞ്ഞ് അണിയാനുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ട് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ധരിച്ച് മഞ്ഞളും ചന്ദനവും ചേർത്ത് മഞ്ഞക്കുറി ചേർത്തി അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നു. അതോടൊപ്പം പാട്ടും കളിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. തിരുവാതിര നാളിൽ അരിഭക്ഷണം ഉപേക്ഷിക്കും. നിരവധി കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന എട്ടങ്ങാടിയാണ് അന്നത്തെ ഭക്ഷണം. ദശപുഷ്പങ്ങൾ അടങ്ങിയ പാതിര പൂച്ചൂടലും തിരുവാതിരയുടെ പ്രത്യേകതയാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനു വേണ്ടിയും ദീർഘസുമംഗലികളാകാനും വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. പെൺകുട്ടികളാകട്ടെ അവർക്ക് നല്ലൊരു ഭർത്താവിനെ ലഭിക്കുവാൻ വേണ്ടിയും ഇത് ആഘോഷിക്കുന്നു. ബന്ധുക്കളായ പുരുഷന്മാരും ആൺകുട്ടികളും ഇവരുടെ ആഘോഷത്തിൽ പങ്കുചേരും. കല്യാണം കഴിഞ്ഞുള്ള ആദ്യ തിരുവാതിരയ്ക്ക് നവദമ്പതികൾ വസ്ത്രങ്ങളും പലഹാരങ്ങളും ബന്ധുക്കൾക്ക് സമ്മാനിക്കുന്നതും പതിവാണ്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.